ഓക്കെ. സോ ഇവിടെ നമുക്കൊരു സെറ്റിങ്സ് ബട്ടൺ ഉണ്ട് VS കോഡിന്. സെറ്റിങ്സിൽ അഗെയിൻ ഈ ബട്ടണിൽ പ്രസ് ചെയ്യുക, അഗെയിൻ സെറ്റിങ്സിൽ പ്രസ് ചെയ്യുക. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ വരും. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതായത് ഫോൺ സൈസ്, ഏത് ഫോണ്ട് വേണം, കുറേ കാര്യങ്ങൾ, ടാബ് എത്ര, ഡിഫോൾട്ട് ടാബ് എത്ര വേണം. ഡിഫോൾട്ട് ടാബ് 4 ആണ്. അങ്ങനെ കുറേ സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് അതിൽ എന്തെങ്കിലും മൈനർ മോഡിഫിക്കേഷൻസ് ഓർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യാൻ പറ്റും. സ്പെസിഫിക്കലി എനിക്ക് പറയാനുള്ളത് ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന സെക്ഷനാണ്. ഓക്കെ, ഇവിടെ 1-2 കാര്യങ്ങളുണ്ട്. അതായത് ഫോർമാറ്റ് ഓൺ പേസ്റ്റ്, ഫോർമാറ്റ് ഓൺ സേവ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഫോർമാറ്റ് ഓൺ സേവ് എനേബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ, അതായത് ടിക്ക് മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ടിക്ക് മാർക്ക് ആക്കി കൊടുക്കുക. ദെൻ ബേസിക്കലി ഫോർമാറ്റ് ഓൺ പേസ്റ്റും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് എനേബിൾ ആക്കിയതിന് ശേഷം ഇതിൻ്റെ ഓട്ടോ കറക്ഷൻ ഫീച്ചർ, ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഫസ്റ്റ് പ്രിന്റ് ഹെലോ ഉണ്ടെന്ന് വിചാരിക്കുക. ദെൻ നെക്സ്റ്റ് പ്രിന്റ് ഹായ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഇടയിൽ ഞാൻ അനാവശ്യമായിട്ട് കുറച്ച് സ്പേസ് ഇട്ടു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇത് സേവ്ഡ് അല്ല. ഇവിടെ ഈ വൈറ്റ് ഡോട്ട് കണ്ടാൽ നിങ്ങൾക്കറിയാം. ഞാൻ എന്നിട്ട് Ctrl+S പ്രസ് ചെയ്യുകയാണ്. ഇപ്പോൾ എന്താ പറ്റിയത്? ഇതിൻ്റെ ഇടയിലുള്ള 2 സ്പേസിങ് നിലനിർത്തിയിട്ട് ബാക്കി സ്പേസിങ് അത് ഓട്ടോ കറക്റ്റ് ചെയ്തു. എനിക്കിവിടെ എത്ര സ്പേസിങ് ഉണ്ടെങ്കിലും റെക്കമെൻഡഡ് സ്പേസിങ് വരുന്ന രീതിയിൽ അത് ഓട്ടോ കറക്ഷൻ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇൻഡൻറ്റേഷൻസ്, കുത്ത് കഴിഞ്ഞിട്ട് കോമ കഴിഞ്ഞിട്ടുള്ള സ്പേസിങ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ചെയ്യും. ഇപ്പം മൈ ലിസ്റ്റ്, ഞാനിവിടെ ഈ ഒരു സ്പേസ് ഇടാൻ വിട്ടുപോയി. ഇതുണ്ട് ഒരു റെഡ് കളറിലൊരു മാർക്കിംഗ് കാണിക്കുന്നത് കണ്ടോ? ഇതെല്ലാം വാർണിംഗ് ആണ്. അതിൻ്റെ മേളിൽ അവർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സിൻടാക്സ് എറർ, ഒരു ഫ്ലേക്കേറ്റിൻ്റെ ഒരു വാർണിംഗ് ആണ് കാണിക്കുന്നത്. ഇൻവാലിഡ് സിൻടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും. സോ ഞാനിപ്പോൾ ഇങ്ങനെയാണ് കൊടുത്തത്. എന്നിട്ട് Ctrl+S പ്രസ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? നേരത്തെ ഇവിടെ ഒരു സ്പേസിങ് ഇല്ലായിരുന്നു. ഈ 1, 2, 3 ഓരോ കോമയുടെ അപ്പറെ സ്പേസിങ് ഇല്ലായിരുന്നു. ഈക്വൽ സിമ്പിളിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്പേസിങ് ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ Ctrl+S കൊടുത്തപ്പോൾ വളരെ വൃത്തിക്ക് ഈക്വൽ സിമ്പിളിന് ബിഫോറും ആഫ്റ്ററും സ്പേസ് വന്നു. അതുപോലെ ഈ ബ്രാക്കറ്റിന് ബിഫോർ എന്താണ് കോമയ്ക്ക് ശേഷം സ്പേസിങ് വന്നു. കോമയ്ക്ക് മുന്നേ സ്പേസിങ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യും. സോ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ നിറ്റി ഗ്രിറ്റി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ചെയ്യും. സോ ബൈ ഡിഫോൾട്ടായിട്ട് നമ്മുടെ കോഡിൻ്റെ ഒരു റീഡബിലിറ്റിയും അപ്പിയറൻസും ഒരു പ്രൊഫഷണൽ ലുക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇമ്പ്രൂവ് ആവും. സോ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഫ്ലേക്കേറ്റ് ആൻഡ് നെക്സ്റ്റ് ഏതായിരുന്നു, ബ്ലാക്ക് ഫോർമാറ്റർ, ആ 2 പ്ലഗിൻസും ഇൻസ്റ്റാൾ ചെയ്തത്. ആൻഡ്രോമേഡ നമ്മുടെ ഈ പറയുന്ന ഒരു കളറിങ് സ്കീം, ഇത്രയും നല്ലൊരു കളറിങ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആൻഡ്രോമേഡ പ്ലഗിൻ എക്സ്റ്റൻഷൻ ചെയ്തത്. ദെൻ ജൂപ്പിറ്റർ ഈസ് ഫോർ വിഷ്വലൈസിങ് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് വിത്തൗട്ട് ഓപ്പണിംഗ് ന്യൂ ജൂപ്പിറ്റർ ടെർമിനൽ. സോ ബേസിക്കലി ഇതുപോലെ ഒരുപാട് പ്ലഗിൻസ് ഉണ്ട്. ഇപ്പം പൈത്തണിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്ലഗിൻസ് മാത്രമാണ് പറഞ്ഞത്. ബട്ട് ഇതുപോലെ ഒരുപാട് പ്ലഗിൻസ് വേറെയും ഒരുപാട് അവൈലബിൾ ആണ്. സോ നിങ്ങളുടെ ഒരു കസ്റ്റമൈസേഷന് ആവശ്യമുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്പ്ലോർ ചെയ്തിട്ട് അഡീഷണൽ ആഡ് ചെയ്യുകയോ ഇതിൽ തന്നെ മൈനർ മോഡിഫിക്കേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ബട്ട് ബേസിക്കലി നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഒരു ഓർഗനൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇനി വേറൊരു ഫീച്ചർ കാണിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ പറയുന്ന ഫോർമാറ്റേഴ്സിൻ്റെ ഒരു ഫീച്ചർ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ള എന്തെങ്കിലും ഒരു കോഡ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഓൾറെഡി ഇത് ഞാൻ ആ പറയുന്ന ഫോർമാറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുള്ളത് കൊണ്ടാണത്. സ്പേസിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏറെക്കുറെ ഓക്കെയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ റെഡ് കളറിൽ കാണിക്കും.
ഇതാ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഈ നാവിഗേഷനിലൊരു ഇവിടെ ഒരു റെഡ് വാർണിംഗ് കാണിക്കുന്നുണ്ടോ? ഈ റെഡ് വാർണിംഗ് പറയുന്നത് എന്താണ്? ഇത് ലൈൻ ടു ലോങ്, അതായത് 80 ക്യാരക്ടേഴ്സ് ആണ് ഒരു ലൈനിൻ്റെ റെക്കമെൻഡഡ് ലെങ്ത്. കാരണം ഇങ്ങനെ നമ്മുടെ ഒരു സ്ക്രീനിൽ 80 ക്യാരക്ടേഴ്സ് വരെ ആയിരിക്കും നമുക്ക് മാക്സിമം കൊള്ളുക, ഇല്ലെങ്കിൽ അത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കേണ്ട പോലത്തെ ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. സോ അതൊരു വാർണിംഗ് പോലെ കാണിക്കുന്നതാണ്. ഇറ്റ് ഈസ് നോട്ട് എ എറർ, ബട്ട് നമുക്കൊരു വാർണിംഗ് പോലെ കാണിക്കും. സോ ഇഫ് യു വിഷ് വി ക്യാൻ നമുക്കൊരു ലൈൻ ബ്രേക്ക് ഒക്കെ ആഡ് ചെയ്തിട്ട് അവിടെ ഒരു പുതിയ കാര്യം കൊണ്ടുവരാൻ പറ്റും. അടുത്ത ലൈനിലോട്ട് നമുക്ക് വേണമെങ്കിൽ അത് കൊണ്ടുപോകാം. സോ അത് ഹവർ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഒരു ഫ്ലേക്കേറ്റിൻ്റെ ഒരു വാർണിംഗ് ആണ് വന്നേക്കുന്നത്. നെക്സ്റ്റ് വേറെ ഒരു എറർ നോക്കാം. അടുത്ത ലൈനിൽ കൊണ്ടുപോകാൻ ജസ്റ്റ് എൻ്റർ ചെയ്താൽ മതിയോ, അതോ സ്ലാഷ്? വെറുതെ എൻ്റർ ചെയ്താൽ പറ്റില്ല, നമ്മളവിടെ ഒരു സ്ലാഷ് ഇട്ടിട്ട് വേണം എൻ്റർ ചെയ്യാനായിട്ട്. ഓക്കെ ഓക്കെ. ഇവിടെയും സെയിം കൈൻഡ് ഓഫ് എററാണുള്ളത്. ഓക്കെ, ഇപ്പം ഞാനിവിടെ ഈ 2 സ്പേസിന് പകരം കുറച്ച് സ്പേസ് കൂട്ടി എന്ന് വിചാരിക്കുക. പക്ഷേ സേവ് ചെയ്യുമ്പോൾ ആ സ്പേസിങ് ഓട്ടോമാറ്റിക്കായിട്ട്, അതായത് ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് നെക്സ്റ്റ് ഫംഗ്ഷനിലോട്ട് 2 സ്പേസാണ് റെക്കമെൻഡഡ് ഇതെന്ന് പറയുന്നത്. സോ അത് ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇൻഡൻറ്റേഷൻ ഞാൻ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയും. ഇൻഡൻറ്റേഷൻ എറർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു വാർണിംഗ് അതിൻ്റെ മേളിൽ മൗസ് ഹവർ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്. സോ ഐ ക്യാൻ കറക്റ്റ് ദാറ്റ്. ഈ വാർണിംഗ് ഒക്കെ നോക്കിയിട്ട് ഒരു പരിധി വരെ നമുക്ക് ആ കോഡ് എഴുതുമ്പോൾ തന്നെ അങ്ങനത്തെ എറേഴ്സ് പരമാവധി ഒഴിവാക്കാൻ പറ്റും. സോ അതിൻ്റെ യൂസ് ബേസിക്കലി ഇതൊക്കെയാണ്, വിച്ച് വിൽ ഹെൽപ്പ് യു, ലൈക്ക് കുറേ കാര്യങ്ങൾ ഓട്ടോമേറ്റഡ് ആയിട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ അതാണ് ഓട്ടോ